അല്പസമയം മുമ്പ് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ന്യൂസ് ട്രാക്ക് ആദ്യം കടക്കുന്നത്. രാജ്യത്തെ ടോൾ പിരിവ് രീതി വീണ്ടും പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ് ആ വാർത്ത. നാവിഗേഷൻ രീതിയാണ് പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഫാസ്ടാഗ് രീതി ഇതോടെ ഇല്ലാതാകും. ദൂരത്തിനനുസരിച്ചാകും നിരക്ക് ഈടാക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലെ മാതൃകയിലാകും പുതിയ രീതി നടപ്പിലാക്കുക. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ പുതിയ രീതി നടപ്പിലാകുക? ഇതിന്റെ സ്വഭാവം എന്തായിരിക്കും? നമ്മൾ ഫാസ്ടാഗ് ശീലിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അതിൽ നിന്ന് വളരെ വേഗത്തിലൊരു മാറ്റം. എന്താണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് ഇപ്പോൾ? നിലവിൽ യാഥാർത്ഥ്യമാക്കുന്ന ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് വേഗത്തിൽ ഈ നികുതി പിരിവ് സാധ്യമാകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള വസ്തുത, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടങ്ങളിലും ഈ ടോൾ പിരിവ് വലിയ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വീണ്ടും തുടരുകയാണ്. മണിക്കൂറുകളോളമൊക്കെ ഫാസ്ടാഗ് ഉള്ള സാഹചര്യത്തിലും ടോൾ പ്ലാസകളിൽ കുടുങ്ങി വാഹനങ്ങൾ കിടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. മുൻപ് ഇതിന് ഏതാണ്ട് മീറ്ററുകൾക്ക് ഉള്ളിൽ അത്തരത്തിൽ ക്യൂ നീണ്ടു കഴിഞ്ഞാൽ അത് അവരെ വാഹനങ്ങൾ കടത്തി വിടണം എന്ന നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ ആ നിബന്ധന പിന്നീട് പിൻവലിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഈ ടോൾ പ്ലാസകളിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നതാണ് വസ്തുത. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ രീതി അവലംബിക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഉപഗ്രഹം ഉപയോഗിച്ച് നാവിഗേഷൻ നടത്തുകയും വാഹനങ്ങളുടെ ടോൾ അത് പ്രകാരം നിശ്ചയിക്കുകയും ഈ ടോൾ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രീതി. ദൂരത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ച് ടോൾ നൽകുന്ന ഒരു രീതിയായിരിക്കും അവലംബിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കുന്ന ഘട്ടത്തിലും അല്ലെങ്കിൽ അതിന്റെ പകുതി വെച്ച് യാത്ര അവസാനിപ്പിച്ചാലും ഒരേ നിരക്ക് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഈ സാഹചര്യം ഒഴിവാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇത് എപ്പോൾ മുതൽ നടപ്പാക്കി തുടങ്ങണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പഠനം ഇപ്പോൾ നടന്നു വരികയാണ്. ഈ പഠനത്തിന്റെ റിപ്പോർട്ട് ഒരു 2 ആഴ്ചക്കകം കേന്ദ്ര സർക്കാരിന് ലഭിക്കും. അതിനുശേഷം 2 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനം നടപ്പാക്കി വരാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഫാസ്ടാഗ് സംവിധാനം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന രീതിയിലേക്ക് ചിന്ത എത്തിയിരിക്കുന്നു. ഒപ്പം ടോൾ പ്ലാസകളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തുകയാണ് എന്നതാണ് വസ്തുത. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിജയകരമായി തന്നെ പരീക്ഷിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയാണോ എന്നത് കൂടിയാണോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വയ്ക്കുന്ന ന്യായം? തീർച്ചയായിട്ടും അങ്ങനെയാണ് അനുജ പറയുന്നത്. ഈ ടോൾ പ്ലാസകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ കണക്ക് പരിശോധിച്ചാലും അത് രാജ്യത്ത് വളരെ വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെ നേരിടാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകളാണ് ഇപ്പോഴത്തെ രീതിയിൽ കാര്യങ്ങൾ എത്തുന്നതിനെ കുറിച്ച് എത്താനായിട്ടുള്ള കാരണം. ഡെൻമാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു. ആ പഠന റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ കുറിച്ച് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും പഠനം നടന്നു വരികയാണ്. ഇതിന്റെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ലഭ്യമാകും. അതിനുശേഷമായിരിക്കും ഇതിലൊരു നയപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുക. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ പ്രകാരം ഈ രീതി ഫലവത്താണ് എന്ന വിധത്തിലാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥിതി വിവരം എന്നതാണ്. അനുജ, രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകി. അനുജ, ഇത് കിട്ടുന്ന മറ്റൊരു സൂചന ഏതാണ്ട് 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ ഇതിനോടകം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഈ പരീക്ഷണം നടത്തി, അത് വിജയകരമെന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നാണ്. അതെ, അപ്പോൾ വളരെ വേഗം തന്നെ അതിലൊരു പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. തുടർച്ചയായ മാറ്റങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. ഫാസ്ടാഗ് ആയിരുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു, അത് പൂർണ്ണ തോതിൽ നടപ്പാകുമ്പോഴാണ് വീണ്ടും ഒരു പരിഷ്കാരം വരുന്നത്. പക്ഷേ ഫാസ്ടാഗിലേക്ക് അത് ആ ഒരു പരിഷ്കാരത്തിലേക്ക് എത്താൻ തന്നെ സമയമെടുത്തു. അതെ, എന്തായാലും ഉപഭോക്താക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് പ്രയോജനകരമാകുമെന്ന് കരുതാം, അല്ലേ? അതാണല്ലോ ഇതിന്റെ ഫലം ഉണ്ടാവേണ്ടത്. അതെ, തീർച്ചയായും. മറ്റു വാർത്തകൾ കൂടി നോക്കാം നമുക്ക്. വയനാട്ടിൽ നിന്ന് വന്ന വാർത്തയിലേക്കാണ് ഇനി. വയനാട്ടിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് ഭക്ഷ്യവിഷബാധ. 23 അംഗ വിനോദസഞ്ചാരി സംഘത്തിൽ 18 പേർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശികളായ 15 പേരെ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിച്ചത് വയനാട് കമ്പളക്കാട് ഹോട്ടലിൽ നിന്നാണ് എന്നാണ് പ്രാഥമിക വിവരം. സുദിഷ ധർമ്മൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സുദിഷ, എന്താണ് സംഭവിച്ചത്? ഇവർ കമ്പളക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അവിടെ നിന്ന് ഉണ്ടായതാണ് ഈ ഭക്ഷ്യവിഷബാധ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എല്ലാവരും ഒരു ആശുപത്രിയിൽ ആണോ ഉള്ളത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ?
വിജയകുമാർ, ആറ്റിങ്ങൽ കിളിമാനൂർ സ്വദേശികൾ വയനാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. ഇന്നലെ രാവിലെ കുറുമ്പാലക്കോട്ടയിലെ സൂര്യോദയം കണ്ട ശേഷം മടങ്ങുമ്പോഴാണ് ഇവർ കമ്പളക്കാട് പെട്രോൾ പമ്പിന് സമീപത്തു നിന്നുള്ള ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചത്. പൂരിയും ഗ്രീൻ പീസ് കറിയുമാണ് ഇവിടെ നിന്ന് കഴിച്ചത്. പക്ഷേ മുഴുവൻ പേരും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കൂട്ടത്തിലുള്ള ഈ വിനോദസഞ്ചാരികളിലുള്ള ആളുകൾ പറയുന്നത്. അതിനുശേഷം ഇവർ മേപ്പാടിയിലേക്ക് പോയി. മേപ്പാടിയിൽ വെച്ച് ഉച്ചഭക്ഷണം ഇവർ ബിരിയാണിയാണ് കഴിച്ചത്. ഇതിനിടയിൽ അവർ ചെമ്പ്ര പീക്ക് അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് എല്ലാവർക്കും വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും ഇന്ന് രാവിലെയോടുകൂടി ഇവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടില്ല. ഇവർ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പരിശോധന നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തുടരുക. ഇപ്പോൾ ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്ന ശ്രീ രാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജൻ, താങ്കൾക്ക് ഇപ്പോഴെങ്ങനെയുണ്ട് ആരോഗ്യം? നിങ്ങളെല്ലാവരും സുഖം പ്രാപിക്കുന്നു എന്ന് കരുതുന്നു. എവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിലാണ് ഈ പ്രശ്നമുണ്ടായത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന താങ്കൾക്കുണ്ടോ? നമ്മൾ രാവിലെ കമ്പളക്കാട് എന്നൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് മറ്റേ പൂരി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കഴിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്നാണെന്ന് സംശയമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ മേപ്പാടി ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചായിരുന്നു, ബിരിയാണി. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പൊ വൈകിട്ട് ഉച്ച മുതൽ എല്ലാവർക്കും ക്ഷേത്രത്തിലും 23 പേര് പോയാൽ 5 പേര് ഒഴികെ, അതായത് ഒരു 18 പേർക്കോളം 17 പേർക്കോളം എല്ലാവർക്കും ജ്യൂസ് മോഷനും ഛർദ്ദിലും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിന് തനിയെ തന്നെ രാത്രി കൊണ്ട് തന്നെ കുറെ ആൾക്കാർ റിക്കവറായി. അതിലാകാതെ ഉള്ളവരെ 8-9 പേരെയാണ് നമ്മളിപ്പോൾ വരുന്ന വഴി ഹോസ്പിറ്റലിലൂടെ താമരശ്ശേരി ഹോസ്പിറ്റലിൽ ഇതാക്കിയിരിക്കുന്നത്, ഒബ്സർവേഷനിലുള്ളത്. ഇപ്പൊ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. കുഴപ്പം വലിയ ഇതായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ശ്രീ രാജൻ, ഇതിൽ നിങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഈ ഭക്ഷണം, ഈ രണ്ട് ഭക്ഷണവും, അതായത് പൂരിയും ബിരിയാണിയും കഴിച്ചിട്ടില്ല എന്നാണോ? അത് ഭക്ഷണം കഴിച്ച എല്ലാവരും ഒന്നല്ല, ഒരു ഭക്ഷണമല്ല കഴിച്ചത്. കുറച്ച് ആൾക്കാർ കഴിച്ചത് ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക്. കുറച്ച് ആൾക്കാർ രാവിലെ കഴിച്ചപ്പോൾ അപ്പമാണ് കഴിച്ചത്. കുറെ ആൾക്കാർ കഴിച്ചത് പൂരിയായിരുന്നു. അങ്ങനെ ചേഞ്ച് ഉണ്ട്, കുറച്ചുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള വ്യത്യാസമായിരിക്കാൻ തോന്നുന്നു. ഈ എല്ലാവരുടെയും ആരോഗ്യത്തിൽ ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ കുറെ ആളുകൾ റിക്കവറായി. ബാക്കിയുള്ളവർക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ടോ? അഡ്മിറ്റ് ആണോ അവരൊക്കെ ആശുപത്രിയിൽ? ഇപ്പൊ അഡ്മിറ്റ് അല്ല, ഒബ്സർവേഷനിലാണ്. വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പം റിക്കവറായിട്ടും. ഏത് ഹോട്ടലിലെ ഭക്ഷണമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഊഹമില്ല അല്ലേ? കാരണം ഈ 5 പേർ കഴിക്കാതിരുന്നിട്ടുണ്ടോ എവിടുന്നെങ്കിലും? ആ നിലയിലൊരു അന്വേഷണം അങ്ങനെ നടത്താവുന്നതാണ്. അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ ഏത് ഭക്ഷണമാണ് ഈ പ്രശ്നമായതെന്ന്? കഴിച്ചത് അപ്പൊ അതുകൊണ്ടാവാൻ തോന്നുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണല്ലോ കഴിച്ചത്. അപ്പൊ അങ്ങനെ ആയിരിക്കാം. എല്ലാവർക്കും ചിലപ്പോ വീട്ടിൽ പ്രശ്നം ഉണ്ടാവണമെന്നും ഇല്ലല്ലോ. അതെ. നിങ്ങൾ ഇതിൽ പരാതി കൊടുക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തോ? ഇതിൽ പ്രദേശവാസികളുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പരാതികൾ ഈ പറയുന്ന ഹോട്ടലുകളെ കുറിച്ചൊക്കെ മുൻപ് ഉണ്ടായിട്ടുള്ളതാണോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും വിവരം കിട്ടിയോ? നമ്മൾ സ്വയമേ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെയാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ അറിയിച്ച അനുസരിച്ച് പോലീസിൽ നിന്ന് 2 സ്ഥലത്ത് നമ്മൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്. എന്തായാലും ഇവർ എല്ലാവരും വളരെ വേഗത്തിൽ, ഏതായാലും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ ആശുപത്രിയിൽ നിന്ന് മടങ്ങാനാവട്ടെ എന്ന് കരുതുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസമാണ്. എന്തായാലും തുടർ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പൊക്കെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന രാജൻ ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. അനുജ, സുധിഷ തുടരുന്നുണ്ട്. സുധിഷ, ഇതിലിപ്പോൾ എന്ത് നടപടിയിലേക്കാണ് ആരോഗ്യവകുപ്പ് അധികൃതർ കടന്നിട്ടുള്ളത്? ഈ ഹോട്ടൽ പൂട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഉടനടി തന്നെ ചെയ്യേണ്ടതാണല്ലോ, പരിശോധന നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തോ? അനുജ, ഇക്കാര്യത്തിൽ 23 പേരിൽ 18 പേർക്കാണ് ഈ അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പലരും കഴിച്ചിരിക്കുന്ന ഭക്ഷണം പലതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത, ആരൊക്കെ എന്തൊക്കെ ഭക്ഷണമാണ് കഴിച്ചത്, ഒപ്പം അത്തരം കാര്യങ്ങൾ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഹോട്ടലുകൾ പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും കടക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഭക്ഷ്യ വിഷബാധ ഏറ്റുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ട്. അതുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങൾ കാണുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഭക്ഷ്യ വിഷബാധ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് ഇത്തരത്തിൽ ഏതൊക്കെ ഭക്ഷണം എവിടെ നിന്നൊക്കെയാണ് കഴിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടായിരിക്കും അടുത്ത പടി അല്ലെങ്കിൽ അടുത്തൊരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അനുജ, ഇപ്പോൾ ഈ പറയുന്ന 2 സ്ഥലത്ത്, കമ്പളക്കാട് നിന്നും മേപ്പാടിയിൽ നിന്നും ഭക്ഷണം കഴിച്ചു എന്നതാണല്ലോ ഇവർ പറഞ്ഞത്. ഈ 2 ഇടങ്ങളിലും പരിശോധന നടത്താൻ അധികൃതർ തുനിഞ്ഞിട്ടുണ്ടോ സുധിഷ?
ഹോട്ടലുകളിലും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ കഴിച്ചിട്ടുള്ള ഭക്ഷണം എവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇക്കൂട്ടത്തിലുള്ള എല്ലാവരിൽ നിന്നും കൃത്യമായ മൊഴി ഭക്ഷ്യസുരക്ഷാ വിഭാഗം എടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് അത്തരത്തിൽ ഇവരുടെ ഭക്ഷണം എന്തൊക്കെയാണ് കഴിച്ചതെന്ന് അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന് കൈമാറും. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കമ്പളക്കാട് പെട്രോൾ പമ്പിന് സമീപമുള്ള ഹോട്ടലിൽ നിന്നാണ് ഇവർ പ്രഭാത ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഉച്ചഭക്ഷണമാണ് മേപ്പാടിയിൽ നിന്ന് കഴിച്ചിട്ടുള്ളത്. ബിരിയാണി അടക്കമുള്ള ഭക്ഷണം ഇവർ കഴിച്ചിട്ടുണ്ട്. ഒപ്പം ഇവർ രാവിലെ കയറിയത് കുറുമ്പാലക്കോട്ട, അതായത് മലകളാണ് രണ്ടും, ചെമ്പ്ര പീക്കാണെങ്കിലും അത്തരത്തിൽ മലകളാണ് ഇവർ രണ്ടുപേരും സന്ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള മറ്റ് ഭക്ഷണങ്ങൾ ഇവർ കഴിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും ഈ ഹോട്ടലുകളിലടക്കം എന്താണ് അടുത്ത നടപടി എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. ഏതായാലും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പും വളരെ ഗൗരവപരമായി തന്നെയാണ് ഈ വിഷയം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള തീരുമാനം വന്നിരിക്കുന്നതും നടപടികളിലേക്ക് കടക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ കടന്നിരിക്കുന്നത്. മനുജ, ഇനി നമ്മൾ കാസർഗോഡേക്കാണ് പോകുന്നത്. അവിടെയും പ്രശ്നം ഭക്ഷണം തന്നെയാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കൂൾബാർ മാനേജർ പടന്ന സ്വദേശി ടി അഹമ്മദാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 കേസിൽ പ്രതി ചേർത്ത കട ഉടമയ്ക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. അതിനിടെ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയതായി ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തത് തുടർച്ചയായ പരിശോധനയെ ബാധിക്കുന്നുവെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ 24-നോട് പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 2 ഫുഡ് സേഫ്റ്റി ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ സാമ്പിൾ ലാബിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നാലേ അതിൻ്റെ അന്വേഷണം പൂർത്തിയാകത്തുള്ളൂ. ബാക്കി ഇതിൻ്റെ അവരുടെ ഈ ചിക്കൻ പർച്ചേസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ചില വിവരങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ പൂർണ്ണമായും ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ആദ്യം ഈ ചെറുവത്തൂരിലെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതിനോടകം ഇന്നിപ്പോൾ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അന്വേഷണം? അതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് തുടങ്ങാം. വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെയാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ മൂന്നാളാണ് ഇപ്പോൾ ആകെ അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് ഈ കടയുടെ മാനേജർ, അതായത് കൂൾബാർ മാനേജർ ആണ് ഇന്ന് അറസ്റ്റിലായിട്ടുള്ളത്. പോലീസ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം പോലീസ് ചെയ്യുന്നത് ഈ കടയുടമയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ്. അത് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് കടയുടമയെ നാട്ടിലെത്തിച്ച് അന്വേഷണ നടപടിക്രമങ്ങളുടെ ഭാഗമായി കടയുടമയെ നാട്ടിലെത്തിച്ച് കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കമാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നത്. മറ്റൊരു തരത്തിൽ സമാന്തരമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഇതിൽ സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷവും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ ജില്ലാ കളക്ടർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇത് വിഷബാധ തന്നെയാണ്, ഷവർമയിൽ നിന്നുണ്ടായ വിഷബാധ തന്നെയാണെന്നുള്ളൊരു പ്രാഥമികമായ കണ്ടെത്തൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ നമ്മോട് വ്യക്തമാക്കുകയാണ്. അതായത് ലാബിൽ അയച്ച പരിശോധനാ ഫലങ്ങളും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അതിലെ വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തതയാർന്ന ഒരു റിപ്പോർട്ട് പിന്നീട് സമർപ്പിക്കുമെന്നാണ്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇത്തരത്തിൽ 2 തരത്തിലുള്ള അന്വേഷണമാണ് പ്രധാനമായി ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഒരു പ്രതികരണമുണ്ട്. അതായത് ഇത്തരം സംഭവങ്ങൾ, സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധവും വലിയ ആരോപണവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ചെറുവത്തൂർ സംഭവത്തിൽ തന്നെ ഈ ചെറുവത്തൂർ കാഞ്ഞങ്ങാട് മേഖലയിൽ തന്നെ പല ഹോട്ടലുകളും ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ കൃത്യമായ പരിശോധന ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല.
പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇത്തരം പരിശോധനകൾ നടക്കാറുള്ളത് എന്നത് അത്തരത്തിൽ നാട്ടുകാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സമാന സംഭവങ്ങൾ കേരളത്തിൽ ആകെ ഉടനീളം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു പ്രതികരണം ഇന്ന് 24-നോട് പറഞ്ഞത്. അതായത് പറയുന്നത് ഈ ജില്ലയിൽ തന്നെ കൃത്യമായി പരിശോധന നടത്താൻ, ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇല്ല. പരിമിതമായ ഉദ്യോഗസ്ഥരുടെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നതെന്ന പ്രതികരണമാണ്. അത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. കൃത്യമായ പരിശോധന നടത്താതെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു ഉള്ള ഒരു വിമർശനം മറുഭാഗത്ത് നിൽക്കുമ്പോൾ കൃത്യമായ ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് പരിശോധന നടത്താൻ സാധിക്കില്ല എന്ന് ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായ വിഷയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി തീർച്ചയായും സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തോടെ തന്നെ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഈ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം ഈ ചെറുവത്തൂർ സംഭവം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നു, ഈ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു, അത് ഷവർമയിൽ നിന്നാണെന്ന് പറയുന്നു. അതിൽ പ്രാഥമികമായി അന്വേഷണം നടത്തുന്നു, അറസ്റ്റുകൾ ഉണ്ടാകുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരത്തിൽ പരിശോധന ഉണ്ടാവണം. ഇത്തരം വൃത്തിഹീനമായ ഹോട്ടലുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇത്തരത്തിൽ വൃത്തിഹീനമായ ഹോട്ടലുകൾ ഉണ്ട് എന്ന് നാട്ടുകാരുൾപ്പെടെ പറയുന്നു. ഈ സംഭവം നടന്ന പ്രദേശത്തുൾപ്പെടെ ഇതിനു മുമ്പും സമാനമായി ഇത്തരം ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്ന സമയത്ത് കേവലം ഒരു അന്വേഷണത്തിനപ്പുറത്തേക്ക് ഇതിൽ സമഗ്രമായി ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ബദൽ സംവിധാനമാണ് വേണ്ടത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ അതിന് പരിമിതിയുണ്ട് എന്ന് ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം അത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. ഉദ്യോഗസ്ഥരുടെ പരിമിതിയുണ്ട് എന്ന് പറയുന്നു. അത് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൽ ഈ വിഷബാധ ഏറ്റ മറ്റു കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അതിൽ ചിലർ ICU-വിലായിരുന്നല്ലോ ഇന്നലെ. അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണെന്നും അരുൺ തന്നെ പറഞ്ഞിരുന്നു. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി? ഒപ്പം തന്നെ ഈ മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ എപ്പോഴായിരിക്കും പുറത്തു വരിക? വിജയകുമാർ, ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ള 52 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് ഇതിൽ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഇന്നലെ ചില ആശങ്കയുണ്ടായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയുടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് ചില ഗുരുതര സാഹചര്യമുണ്ട് എന്ന് അവിടുത്തെ ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ആരോഗ്യനില ഉൾപ്പെടെ മെച്ചപ്പെട്ട നിലയിലാണ് എന്നതാണ് അറിയിക്കുന്നത്. ചികിത്സയിലുള്ള എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച കുട്ടിയുടെ ദേവനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് തന്നെ വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് റിപ്പോർട്ട് പുറത്തു വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതയുണ്ടാകും, അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആരോഗ്യ വിഭാഗങ്ങളുടെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളുടെയും കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, എന്തായാലും ചെറുവത്തൂരിലെ ഭക്ഷ്യവിഷബാധയിൽ നടപടി ഉണ്ടായി. 3 പേരാണ് അറസ്റ്റിലായത്. ഇന്ന് കൂൾബാർ മാനേജരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉടമ വിദേശത്താണ്. അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്നുണ്ട് പോലീസ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ആശ്വാസകരമായ വിവരമുള്ളത്, ഇതിൽ ഭക്ഷ്യവിഷബാധയേറ്റ മറ്റു കുട്ടികളുടെ ആരോഗ്യനില കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു എന്ന ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വയനാട്ടിൽ നിന്ന് വന്ന വാർത്തയിൽ ഒരു പുതിയ സംഭവവികാസം നടക്കുന്നത് കമ്പളക്കാട് റെസ്റ്റോറന്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും പരിശോധന നടത്തുന്നു എന്നതാണ്. വിനോദസഞ്ചാരികൾ ഇന്നലെയാണ് ഇവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചത്. ദീപക് മലയമ്മ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, ഇത് ഇന്നലെയാണ് ഇവിടെ ഇവർ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നാണ്. അതിനുശേഷം ഇത്രയും സമയമാകുന്നു. അവിടെ പരിശോധന എത്രത്തോളം കാര്യക്ഷമമായി നടക്കാൻ കഴിയും? അതിനിടയിൽ ഈ ഹോട്ടൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന വിവരം കൂടി ഉണ്ടല്ലോ. വിജയകുമാർ, ഇന്നലെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പളക്കാടുള്ള റെസ്റ്റോറന്റിൽ
വെച്ച് ഇവിടെ വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത്. അതിനുശേഷം പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും മേപ്പാടിയിൽ നിന്നുൾപ്പെടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിൽ ഇല്ല. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും റെസ്റ്റോറന്റിലെത്തി പരിശോധന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നീട് പലയിടങ്ങളിലേക്കും അവർ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള സംശയം ഇപ്പോഴും ഇവരെ സംബന്ധിച്ച്, അതായത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് കൂടി പറയേണ്ടി വരും. എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെയും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എത്രത്തോളം സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും പരിശോധന ഏതായാലും തുടരുകയാണ്. ഇനി ഈ ഇപ്പോൾ അസുഖം ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളിൽ നിന്ന് മറ്റ് ഹോട്ടലുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ആരാഞ്ഞ് ജില്ലയിൽ മറ്റേതൊക്കെ ഹോട്ടലുകളിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത തേടേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അവരിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം മേപ്പാടിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും അത്തരത്തിലാണെങ്കിൽ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ കമ്പളക്കാടുള്ള ഹോട്ടലിനകത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഹോട്ടൽ ഉടമകളോട് ഉൾപ്പെടെ ചോദിച്ചറിയുകയും അതിന്റെ വിശദാംശങ്ങൾ തേടുകയും ഏതെങ്കിലും തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയുമെങ്കിൽ അത്തരം സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ള നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പളക്കാട്ടെ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നത് നിലവിൽ സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കമ്പളക്കാട്ടെ ഹോട്ടലിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുന്നുണ്ട്. ആ ഹോട്ടലിലെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് ഈ തിരുവനന്തപുരത്തു നിന്നെത്തിയ വിനോദസഞ്ചാരികൾ അടങ്ങുന്ന സംഘം ഇവിടെ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം അവർ മറ്റു ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചു. എവിടെ നിന്ന് കഴിച്ച ആഹാരത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സൂചനകളില്ല. എങ്കിലും അവർ ആഹാരം കഴിച്ചുവെന്ന് അറിയിച്ച ഹോട്ടലുകളിലാണ് പരിശോധന നടക്കുന്നത്. അതെ, ഇതിലിപ്പോൾ ഈ ഹോട്ടൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നൽകിയ ഭക്ഷണം അതിൽ എത്രത്തോളം സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയുമെന്നതിലൊരു അവ്യക്തത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടിടങ്ങളിൽ നിന്ന് പ്രധാനമായും ഇവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ നിന്നും കമ്പളക്കാട്ട് നിന്നും കഴിച്ചിട്ടുണ്ട് എന്നാണ് നേരത്തെ നമ്മൾ സംസാരിച്ച ഭക്ഷ്യവിഷബാധയേറ്റ രാജൻ എന്നയാൾ വ്യക്തമായി. ദീപക് ടെലിഫോൺ ലൈനിലുണ്ടോ? ദീപക്, ഇതിൽ ലൈസൻസോടെയൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണോ ഇത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചിരുന്നു. ഏറെ നാളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കട തന്നെയാണ്. അവിടെ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധനയൊക്കെ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഹോട്ടലിനകത്ത് കയറി പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അതിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നിലവിൽ കാണാനും സാധിക്കും. ഒപ്പം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അടുക്കള പ്രവർത്തിച്ചിരുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ മലിനമായ സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഭക്ഷ്യവിഷബാധ ഏറ്റത് ഇവിടെ നിന്നാണെങ്കിൽ തന്നെ അതിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്ന് പറയുന്നത് വളരെ സമഗ്രമായ ഒരു കാര്യമാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിലവിൽ ഉണ്ട്. എങ്കിൽ പോലും ഈ ഹോട്ടലിലുള്ള ആളുകളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവിടെ നിന്നും കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് എഴുതി തയ്യാറാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഒരു കാര്യവും കൂടെ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, ഈ ഒരു ഹോട്ടലാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കിയ സ്ഥലം എന്നുള്ളത് ഇപ്പോഴും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ അസുഖം ബാധിച്ച ആളുകൾ നൽകിയ വിവരപ്രകാരമാണ് ഇപ്പോൾ പരിശോധന ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ സാമ്പിളുകൾ ഉൾപ്പെടെ
ശേഖരിക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ നിന്ന് അതിന്റെ പരിശോധനാ ഫലം ഉൾപ്പെടെ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമമായ സ്ഥിരീകരണത്തിലേക്ക് ആരോഗ്യവകുപ്പിനോ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ദീപക്, ഈ മേപ്പാടിയിലെ ചില കടകളുടെ കാര്യവും അവർ പറയുന്നുണ്ട്. നമ്മളോട് സംസാരിച്ചപ്പോഴും അവരത് പറഞ്ഞിരുന്നു. അവിടെ ഒന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തേണ്ടി വരുമല്ലോ. അവിടെ സമാന്തരമായി ഈ പരിശോധന നടക്കുന്നുണ്ടോ അതോ ഇതേ സംഘം തന്നെ അവിടെയും പോകണോ? എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടക്കുന്നത് കമ്പളക്കാട്ടാണ്, വിജയകുമാർ. ഇനി അതിനുശേഷമായിരിക്കും മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ സന്ദർശനം ഉൾപ്പെടെ ജില്ലയിൽ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ നിലവിൽ മന്ത്രിക്കൊപ്പം ഡ്യൂട്ടിയിലാണുള്ളത്. അതുകൊണ്ട് DMO ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഡ്യൂട്ടിയിലാണുള്ളത്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ടീമാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത്. അവരാണ് ആദ്യഘട്ടത്തിൽ നേരത്തെ ഭക്ഷണം കഴിച്ചു എന്ന് അറിയിച്ചിട്ടുള്ള കമ്പളക്കാട്ടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി മേപ്പാടിയിലേക്ക് പോകേണ്ടതുണ്ട്. മേപ്പാടിയിൽ ഏതൊക്കെ ഹോട്ടലുകളാണ്? ഒപ്പം തന്നെ ഇന്നലെ പ്രഭാത ഭക്ഷണം കഴിച്ചതാണ് കമ്പളക്കാട്ടെ ഹോട്ടൽ. അതിനുശേഷം ഇന്ന് വരെയുള്ള സമയത്തിനിടയ്ക്ക് എവിടെയൊക്കെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തത ഈ അസുഖബാധിതരിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയ ശേഷം മാത്രമായിരിക്കും മറ്റിടങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുക. ഏതായാലും വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾക്കാണല്ലോ ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റത്. അതല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ നിന്ന് ഇന്നലെ ഭക്ഷണം കഴിച്ചവർക്ക് ഇതേ പ്രശ്നം ഉണ്ടായി എന്ന തരത്തിലേക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അനുജ, ഇതുവരെ അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടില്ല. വിനോദസഞ്ചാരി സംഘത്തിന് മാത്രമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതായിട്ടുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ ആളുകൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും പരാതിയുമായി രംഗത്ത് വരുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു ഘട്ടം വരെയില്ല. ആരും തന്നെ അത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ ഈ ഒരു വിഷയം ഉയർന്നു വരേണ്ടതായിരുന്നു. കാരണം ഇന്നലെ രാവിലെയാണ് വിനോദസഞ്ചാരി സംഘം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം നിരവധി ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് എങ്കിൽ അത് ഒരു പരാതി എന്നുള്ള നിലയ്ക്ക് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഈ ഒരു ഘട്ടം വരെ അത്തരത്തിലുള്ള പരാതികൾ ജില്ലയിൽ എവിടെ നിന്നും ഉയർന്നു വന്നിട്ടില്ല. മറ്റ് ആശുപത്രികളിൽ നിന്നൊന്നും തന്നെ ജില്ലയിൽ അത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ആളുകൾ ഈ ഒരു വാർത്തയൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം അത്തരം പരാതികളുമായി രംഗത്ത് വരുമോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ആളുകൾ മാത്രമാണ് ഭക്ഷ്യവിഷബാധ സംബന്ധിച്ചുള്ള പരാതിയുമായി അല്ലെങ്കിൽ അവരുടെ അസുഖവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ദീപക്, തുടരുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കമ്പളക്കാട്ടെ ഹോട്ടലിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ പരിശോധനയിൽ അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. അത് കൂടുതൽ വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും എവിടെ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഇന്നലെ ഈ വിനോദസഞ്ചാരികൾ രാവിലെ ഭക്ഷണം കഴിച്ചു എന്നതിൽ മാത്രമാണ് സ്ഥിരീകരണമുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇവിടെ നിന്ന് കഴിച്ച ആഹാരത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഈ അന്വേഷണം ശാസ്ത്രീയ പരിശോധന പൂർത്തിയായാൽ മാത്രമായിരിക്കാം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. മേപ്പാടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് അവർ ഉച്ചഭക്ഷണം കഴിച്ചുവെന്നും ഈ വിനോദസഞ്ചാരികളുടെ ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചിട്ടുണ്ട്. അവിടെയും ഇന്ന് പരിശോധന ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ന്യൂസ് ട്രാക്ക് അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. താരസംഘടനയായ അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ശ്വേതാ മേനോൻ. കുക്കു പരമേശ്വരനും സമിതിയിൽ നിന്ന് രാജിവെച്ചു. വിജയബാബുവിനെതിരായ ലൈംഗിക പീഡന പരാതിയിലെ മൃദു സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. സമിതി അംഗമായ മാല പാർവതി ഇന്നലെ രാജിവെച്ചിരുന്നു. വിനീത കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഇതിൽ ഇന്നലെ തന്നെ മാലാ പാർവതിയുടെ രാജി ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ കൂടുതൽ അംഗങ്ങൾ രാജിക്കൊരുങ്ങുന്നു എന്ന വിവരമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ കരുതിയത് ഇതിൽ ഈ താരസംഘടനയിലെ നേതൃത്വം ഇടപെടുകയോ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയോ ഒക്കെ ചെയ്യുമെന്നായിരുന്നു. അത്തരത്തിലൊരു നീക്കവുമില്ല എന്ന് വേണം ഇപ്പോൾ നമ്മൾ കരുതാൻ. എന്താണ് ഈ താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? ഈ ICCയിലെ രാജി ഏതെങ്കിലും തരത്തിൽ കണക്കിലെടുക്കേണ്ട എന്നാണോ അവർ കരുതുന്നത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മാലാ പാർവതി രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ ചില ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രാജി മുഖവരയ്ക്ക് പോലും എടുക്കാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു താരസംഘടനയായ അമ്മയിലുള്ളത്. മറ്റ് അംഗങ്ങൾ, അതായത് ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളൊക്കെ തന്നെ താരസംഘടനയായ അമ്മയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ ചില പ്രതികരണങ്ങളടക്കം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പരിഹാര സമിതിയിലെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിയോജിപ്പ് ശക്തമാക്കി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ രാജിയുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു
സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലും താരസംഘടനയായ അമ്മയുടെ നേതൃത്വമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളോ ഒന്നും തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നടൻ വിജയ് ബാബുവിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ആ പരാതിയെക്കുറിച്ചും ആ സന്ദർഭത്തെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായി ഒരു വിശകലനം നടത്തുന്നതിനും അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനും ഒക്കെയായി ഈ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിലെ ശ്വേതാ മേനോൻ അധ്യക്ഷയായ 5 അംഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് 27-ാം തീയതി ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിംഗിന് ശേഷം ഇവരൊരു ശുപാർശ എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഈ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ റിപ്പോർട്ട് ഇവരുടെ ശുപാർശകളൊക്കെ തന്നെ ചർച്ച ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന ഒരു ധാരണ തന്നെയായിരുന്നു ഈ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഈ ആഭ്യന്തര പരിഹാര സെല്ലിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയം ഇവർ നൽകിയിരിക്കുന്ന ആവശ്യങ്ങളൊന്നും തന്നെ പരിഹരിക്കാതെ ഈ അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിജയ് ബാബുവിൽ നിന്ന് കത്തെഴുതി വാങ്ങുകയും പകരം വിജയ് ബാബുവിന്റെ ആവശ്യപ്രകാരം തന്നെ താൽക്കാലികമായി ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്ന് അറിയിക്കുന്ന ഒരു നടപടിയായിരുന്നു അമ്മ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതിൽ ഒരു കടുത്ത വിയോജിപ്പുമായി തന്നെയാണ് ഇപ്പോൾ ഈ ആഭ്യന്തര പരിഹാര സെല്ലിലെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഒപ്പം മാലാ പാർവതിയും ഒക്കെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇരയുടെ പേര് വെളിപ്പെടുത്തിയ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ അമ്മ എന്ന സംഘടനയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിലേക്കൊരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തുകയും അവർ അത്തരത്തിലേക്ക് ചില ശുപാർശകൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതുപോലും താരസംഘടനയായ അമ്മ ഈ സാഹചര്യത്തിൽ കണ്ടില്ലെന്ന് വയ്ക്കുന്നു. പകരം വിജയ് ബാബുവിനെതിരെ ഒരു മൃദു സമീപനം മാത്രമാണ് അതാണ് ഏറ്റവും പ്രധാനം വിനീത. ഇപ്പോൾ അധ്യക്ഷയടക്കം ഉള്ളവർ രാജിവെക്കുമ്പോൾ തീർച്ചയായും അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം അത് വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സൂചിപ്പിച്ചതുപോലെ തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇന്നലെ ഒരു രാജി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഇനിയും അമ്മയുടെ നേതൃത്വം ഇനിയും പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവർ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ സമിതിയിലെ മറ്റംഗങ്ങൾ ശ്വേതാ മേനോൻ അധ്യക്ഷയാണ്. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അടക്കമുള്ളവരൊക്കെ തന്നെ അമ്മയുടെ ആ നിലപാടിനെ യോജിക്കുന്നു എന്നുള്ളതായിരുന്നു ഇന്നലെ മണിയമ്പിള്ള രാജു അടക്കം പിന്നീടൊക്കെ തന്നെ നമ്മളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇപ്പോൾ വീണ്ടും അവർ ഇത്തരത്തിലേക്ക് ഒരു രാജിയുമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്ന കാര്യം നമുക്ക് ഇനിയും വ്യക്തമല്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ശുപാർശകൾ ഇത്തരത്തിലേക്കുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും അതിന് ഒരു പരിഗണനയും നൽകാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എത്രത്തോളം ഇവരെ വീണ്ടും ഈ പരിഹാര സെല്ലിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിലേക്കൊക്കെ തന്നെ വീണ്ടും ഈ ഒരു പ്രശ്നം പരിഹരിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചർച്ചകൾ നടത്താൻ കഴിയുമോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഒരു സംശയം എന്ന രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അമ്മയുടെ നേതൃനിരയിലുള്ള ആരും ഇതുമായി ബന്ധപ്പെട്ട ഇനിയും ഔദ്യോഗികമായ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. അവർ ഇപ്പോഴും അവരെടുത്ത ആ ഒരു നടപടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുമുള്ളത്. അനുജ, ശരി, എന്തായാലും ഇനി ഈ വിഷയത്തിൽ അമ്മ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് വിജയൻ എനിക്ക് തോന്നുന്നത് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ ഒരു പ്രതികരണത്തിന് സാധ്യത ഉണ്ടെങ്കിൽ പോലും അവർ എത്തരത്തിലേക്കായിരിക്കാം ഈ വിഷയത്തെ സമീപിക്കുന്നത്, ഈ പറയുന്ന രാജിവെച്ച ആളുകൾ പറയുന്ന ആ വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ടോ എന്നത് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളിൽ ഈ സംഘടനയുടെ നിലപാട് എന്താണ്? ഇനിയിപ്പോൾ ഈ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്നത് നിയമപരമായി പ്രാബല്യത്തിൽ ആവേണ്ട ഒരു സംഗതിയാണ്. അത് നിലവിലില്ലാതായിട്ടുണ്ട്. പകരം ഒരു സംഗതി ഉണ്ടാവണം, ഒരു കമ്മിറ്റി ഉണ്ടാവണം. അതിനെ ആര് നയിക്കും? ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ എങ്ങനെയായിരിക്കും സംഘടന അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. പുതിയ കമ്മിറ്റി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പുതിയൊരു കമ്മിറ്റി രൂപവത്കരണവുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നൊരു കാര്യം കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഈ സംഘടനയ്ക്കകത്ത് വലിയ ഭിന്നതയുണ്ട് എന്ന് ഈ 2 ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതെ, സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നാളെ സിനിമാ സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തും. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പ്രവർത്തകരുമായി മന്ത്രി സജി ചെറിയാൻ നടത്തുന്ന ചർച്ചയിൽ നിയമനിർമ്മാണമടക്കം ചർച്ചയാകും. സമിതി റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടുന്നതിൽ നാളെ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. രഹസ്യമൊഴി നൽകിയവരുടെ വിശദാംശങ്ങൾ ഒഴികെയുള്ളവ പുറത്തുവിടണമെന്നാണ് WCCയുടെ നിലപാട്. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. നമ്മൾ ആ വാർത്തകളിലേക്കൊക്കെ ആയിരിക്കും ഇനി വരുന്നത്. ന്യൂസ് ട്രാക്ക് തുടരുന്നു. തൃക്കാക്കരയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഊർജിതമാക്കി മുന്നണികൾ.
തൃക്കാക്കര മണ്ഡലം നിലനിർത്താൻ UDF-ഉം മണ്ഡലം പിടിച്ചെടുക്കാൻ LDF-ഉം കരുനീക്കം തുടങ്ങി. മണ്ഡലത്തിൽ കരുത്ത് കാട്ടാൻ BJP-യും ആം ആദ്മിയെ കൂടെ കൂട്ടി 2020-യും രംഗത്തുണ്ട്. ആദ്യം നമുക്ക് ഈ വിഷയത്തിൽ ഇന്നുണ്ടായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും മത്സരിക്കാൻ നോക്കുമ്പോൾ തോക്കുമെന്ന് പറഞ്ഞ ആളുകൾ മത്സരിക്കാറുണ്ടോ? ഇല്ലല്ലോ. ജയിക്കുമെന്ന് പറഞ്ഞല്ലേ മത്സരിക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ സ്വന്തം നിയോജക മണ്ഡല കോൺഗ്രസിന് എന്നും അപ്രമാദിത്വമുള്ള മണ്ഡല. അവിടുത്തെ ഭൂരിപക്ഷം താണും പോയി പോകുമ്പോഴും കൈവിട്ടു പോയിട്ടില്ല മണ്ഡലം ഇന്ന് വരെ. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചില്ല, സ്ഥാനാർത്ഥിയെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. നാളെ കൊണ്ട് തീരുമാനം ഉണ്ടാക്കും. പിടിയുടെ സ്വന്തം മണ്ഡലം, പിടി വളരെ വൈകാര്യമായ അടുപ്പുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലം പിടിയുടെ പിൻഗാമി എന്ന് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ കോൺഗ്രസ്സുകാർ ആര് വന്നു കഴിഞ്ഞാലും പിടിയുടെ പിൻഗാമികളാണ്. അവർ പിടിയുടെ പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നില്ലേ UDF തന്നെ, പിന്നെ ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. അതിപ്പോൾ ഇന്ന് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടുന്നുണ്ട്. അവർ പ്രപ്പോസൽ ഡൽഹിക്ക് അയക്കണം. അവിടെ നിന്ന് തീരുമാനം വരുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. ഉമാ തോമസിനെ പരിഗണിക്കുന്നുണ്ടാവും. പേരൊന്നും ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ലല്ലോ. ആ പേര് സമയം അതിപ്പോൾ ഞങ്ങളല്ല പറയേണ്ടത്. KPC നേതൃത്വവും ICC ആണ്. അതവർ തീരുമാനിക്കട്ടെ. പക്ഷെ മത്സരം വരാൻ പോകുന്നത് UDF LDF തമ്മിലാണ്. തൃക്കാക്കരയിൽ UDF വൻ വിജയം നേടും. അത് UDF-ന്റെ പരമ്പരാഗതമായ നിയോജക മണ്ഡലമാണ്. അതവരുടെ സ്വപ്നം മാത്രമാണ്. UDF-ന്റെ ഉറച്ച കോട്ടയാണ്, പുന്നാപുരം കോട്ടയാണ് UDF-ന്റെ പുന്നാപുരം കോട്ടയാണ് തൃക്കാക്കര. നല്ല ഭൂരിപക്ഷത്തോടെ UDF നേതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. ഇതിൽ LDF നേതാക്കളുടെ പ്രതികരണവും ഇന്ന് വന്നിട്ടുണ്ട്. വിജയൻ, നിയമസഭയിൽ 100 തികയ്ക്കും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിൽ ഇടത് നേതാക്കളുള്ളത്. വിജയം ഉറപ്പാണ് എന്നാണ് മന്ത്രി P രാജീവും LDF കൺവീനർ EP ജയരാജനും പറഞ്ഞത്. സിൽവർ ലൈൻ ചർച്ചയാകുന്നത് LDF-ന് ഗുണകരമാകുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയ ചരിത്രമാണ് ഇടതുമുന്നണിക്കുള്ളത് എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. തൃക്കാക്കരയിൽ വികസനത്തിനാണ് വോട്ടെന്നും സഹതാപത്തിനല്ല എന്നും M സ്വരാജും പ്രതികരിച്ചു. 100 സീറ്റാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കരസ്ഥമാക്കും. ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒപ്പമാണ്. പൊതുസ്വതന്ത്രനായിരിക്കും തൃക്കാക്കരയിലെ. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയാവും. പറയും. നിങ്ങളെ തന്നെ എല്ലാം വിളിച്ചു പറയാം. തൃക്കാക്കരയിൽ നല്ല ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇത്തവണ കേരളത്തിൽ 100 തികയ്ക്കാൻ ഈ വിജയം സഹായകരമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തൃക്കാക്കരയും കേരളവും വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. 5 വർഷക്കാലം പിണറായിയുടെ നേതൃത്വം നടത്തിയ ജനക്ഷേമത്തിൽ, വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള, മതസൗഹാർദ്ദത്തിൽ, സാമൂഹ്യ സമാധാനത്തിൽ ഊന്നിക്കൊണ്ടുള്ള LDF ഗവൺമെൻറ് പ്രവർത്തനം, ഇതെല്ലാം ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടും. ഒരു പുതിയ ചരിത്രം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതും. UDF-ന് വലിയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവർ പലതവണ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 15,000 വോട്ടേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിൽ അതൊക്കെ മാറാനൊന്നും അധികം സമയമൊന്നും വേണ്ട. വലിയ വിജയം തന്നെ LDF-നുണ്ടാവുന്നതാണ്. LDF-ന്റെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ LDF വിജയിച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം. ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള വികസന പദ്ധതികൾക്ക് ജനങ്ങളുടെ അംഗീകാരം രേഖപ്പെടുത്തുന്ന ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കക്ഷി രാഷ്ട്രീയത്തിന് പോലും അപ്പുറത്ത് നാടിൻ്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിധിയെഴുത്തിൻ്റെ വേദിയാകുന്ന തെരഞ്ഞെടുപ്പായി മാറും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 2020-യും ആം ആദ്മിയും ഒന്നിച്ചു മത്സരിക്കുമെന്ന് 2020 പ്രസിഡന്റും ചീഫ് കോർഡിനേറ്ററുമായ സാബുവും ജേക്കബ് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളില്ല. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമെന്നും സാബുവും ജേക്കബ് വ്യക്തമാക്കി. 2020 അടിച്ചമർത്താനാണ് ശ്രമം നടക്കുന്നതെന്നും 2020 പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതകം ഇതിന്റെ ഭാഗമായാണെന്നും സാബുവും ജേക്കബ് ആരോപിച്ചു. മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് AAP-യും 2020-യും കൂടി ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരരംഗത്തിറക്കുക. അപ്പോൾ അതിൽ AAP-യുടെ സ്ഥാനാർത്ഥിയാണോ, അത് ചൂലിലാണോ മത്സരിക്കുന്നത്, പൈനാപ്പിളാണല്ലോ മത്സരിക്കുന്നത് എന്നുള്ളതിലൊന്നും തർക്കമില്ല. അല്ലെങ്കിൽ AAP-യുടെ സ്ഥാനാർത്ഥിയായിരിക്കണം, 2020-യുടെ സ്ഥാനാർത്ഥിയായിരിക്കണം, അതിലും ഞങ്ങൾക്ക് തർക്കങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നുമില്ലാത്ത 2 പ്രസ്ഥാനങ്ങളാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 1 വർഷമായിട്ട് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ
2020 എന്ന പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായിട്ടാണ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കെ സുധാകരനും വി ഡി സതീശനും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. UDF കൺവീനർ MM ഹസനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മഹേഷ് ജോൺ മാത്യു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ട്രാക്കിൽ ചേരുന്നത്. മഹേഷ്, എന്തായാലും ഹൈക്കമാൻഡിലേക്ക് പോകാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരൊറ്റ പേരിലേക്ക് ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ അത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ എന്നാണോ? അനുജ, അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ നേതൃയോഗം KPCC ആസ്ഥാനത്ത് ആരംഭിച്ചത്. കെ സുധാകരൻ, വി ഡി സതീശൻ, MM ഹസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പല യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ചെന്നിത്തലയും യോഗത്തിലുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകരുത് എന്ന ആവശ്യമാണ് പ്രധാനമായും നേതാക്കളും അതുപോലെ തന്നെ പാർട്ടിയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഉമാ തോമസിന് പ്രഥമ പരിഗണന നൽകുന്ന രീതിയിൽ തന്നെയാണ് തീരുമാനം വന്നിട്ടുള്ളത്. ഒറ്റ പേരിലേക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉമയുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പുകളോ ആക്ഷേപങ്ങളോ ഇതുവരെയും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്നോ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നേതൃയോഗം പുരോഗമിക്കുകയാണ്. മറ്റാളുകളുടെ പേര് ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ നേതാക്കളും പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ പറഞ്ഞത് നാളെയോടെ ഞങ്ങൾ ഒരു പേര് തീരുമാനിക്കും, 1-2 ദിവസത്തിനുള്ളിൽ അത് പ്രഖ്യാപിക്കുമെന്നാണ്. അപ്പോൾ ഒരു പേര് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്, അതിൽ അന്തിമമായൊരു തീരുമാനമെടുത്ത് അറിയിക്കുക എന്നത് മാത്രമാണ് എന്ന് തോന്നുന്നു ബാക്കിയുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഉമാ തോമസിന്റെ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഒടുവിലെത്തി എന്നതാണോ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ? വിജയകുമാർ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം മറ്റാളുകളുടെ പേര് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഉമാ തോമസിന്റെ പേര് തന്നെയാണ് എല്ലാ നേതാക്കളും മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പൊതുവായി എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഇനി പ്രഖ്യാപനം എന്നുള്ളത് മാത്രമാണ് മുമ്പിലുള്ള ഒരു കാര്യം. അത് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റാളുകളുടെ പേരുകൾ പരിഗണനയിൽ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇന്നു വൈകുന്നേരത്തോടു കൂടിയോ ഇല്ലെങ്കിൽ നാളെയോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉമാ തോമസിന്റെ പേര് തന്നെ ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇതിന് വെല്ലുവിളിയായി മറ്റാളുകളുടെ പേരുകൾ ഇല്ല. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഉമാ തോമസിന്റെ പേരുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപങ്ങളോ ഇല്ലെങ്കിൽ മറ്റ് വിമർശനങ്ങളോ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഈ ഘട്ടം വരെയും ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഏറ്റവും കൂടുതൽ ഉമാ തോമസിന് തന്നെയാണെന്നുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നേതൃത്വം നിലവിൽ കരുതുന്നത്. ശരി, തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത്. കെ സുധാകരൻ, വി ഡി സതീശൻ, MM ഹസൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അരുൺ രാജ് കൂടി ന്യൂസ് ട്രാക്കിൽ ചേരുന്നുണ്ട്. അരുൺ, ഇതിൽ വികസനത്തിന് വേണ്ടി ജനങ്ങൾ നൽകുന്ന വോട്ടായിരിക്കും എന്നതാണ് LDFന്റെ അവകാശവാദം. UDF ആകട്ടെ തങ്ങളുടെ പരമ്പരാഗത സീറ്റാണ് എന്ന് പറയുന്നു. മറ്റൊരു വശത്ത് BJP അവർക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. AAPയും 2020യും ഒരു മുന്നണിയായി മത്സരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലേക്ക് വളരെ കടുത്തൊരു പോരാട്ടത്തിന് തൃക്കാക്കര സാക്ഷ്യം വഹിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അനുജ, തൃക്കാക്കര എന്തായാലും ഇത്തവണ ആർക്കും ഒരു ഈസി വാക്ക് ഓവറായി ഇരിക്കില്ല എന്നുള്ള കാര്യം മുന്നണികൾക്ക് കൃത്യമായി തന്നെ അറിയാം. അല്പസമയം മുമ്പാണ് ഇടതുമുന്നണിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണി കൺവീനറിന്റെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് വന്നിരുന്നു. CPM ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ച രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ്. CPM ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്ന EP ജയരാജൻ, P രാജീവ്, M സ്വരാജ് എന്നിവരടങ്ങുന്ന സംഘം എറണാകുളത്തെ ജില്ലാ ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് പാർട്ടി ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. EP ജയരാജൻ ഇതിൽ കൃത്യമായി തന്നെ പറയുന്നത് വികസനം തന്നെ ചർച്ച ചെയ്യാനാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ തീരുമാനം തന്നെ ഏതാണ്, വികസനത്തിലൂടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്ന തീരുമാനം ഇടതുമുന്നണി സ്വീകരിക്കുമ്പോൾ സിൽവർ ലൈൻ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് തൃക്കാക്കരയിൽ UDF കരുതുന്നത്. UDF ഇതിനെ പൊന്നാപുരം കോട്ടയാണെന്ന് പോലും വിശേഷിപ്പിക്കുമ്പോൾ ഇടതുമുന്നണി പറയുന്നത് ഈ പൊന്നാപുരം കോട്ട ഇടിച്ചു മറിക്കാനുള്ള കരുത്ത് ഇത്തവണ തങ്ങൾക്കുണ്ട്, അതിന് വികസനമായിരിക്കും തങ്ങളുടെ മന്ത്രമെന്നാണ് ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട വാചകമായി ഇടതുമുന്നണി നേതാക്കൾ ഇത്തവണ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് ജയിച്ചേ മതിയാവൂ. അതിന് അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ വികസനം, സിൽവർ ലൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ നിലവിൽ പ്രതിപക്ഷമുയർത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന ഏക മാർഗം തൃക്കാക്കരയിലെ വിജയമാണ്. അതിനുള്ള സാധ്യതകളാണ് ഇത്തവണ ഇടതുമുന്നണി ശ്രമിക്കുന്നത്. അതേസമയം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് ഒരു പരാജയം നൽകുകയാണെങ്കിൽ അത് തങ്ങൾക്ക് കൃത്യമായി ഒരു സേയുള്ള പക്ഷമായി കേരളത്തിൽ മുന്നോട്ട് വെക്കാൻ കഴിയും. കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്, ജനങ്ങളുടെ അഭിപ്രായമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷവും ഈ തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. ഏതായാലും അരുൺ രാജ്, ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാവുകയാണ് തൃക്കാക്കര എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ സൂചനകൾ തുടക്കത്തിൽ തന്നെ കിട്ടുന്നുണ്ട് എന്നതും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ രാഷ്ട്രീയ പ്രത്യേകത കൂടിയാണ്. വിശദാംശങ്ങളാണ് തൃക്കാക്കരയിൽ നിന്ന് അരുൺ രാജ് നൽകിയത്. നമുക്ക് തിരികെ ന്യൂസ് ട്രാക്കിലേക്ക്. നമ്മൾ ന്യൂസ് ട്രാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ദീപക് മലയം ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുമുണ്ട്. സഞ്ചാരികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ പരിശോധന നടത്തിയ കമ്പളക്കാട് ടൗൺ ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വിശദമായ പരിശോധനയ്ക്ക് ഇത് അയക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചത്. ഇന്നലെ 15 പേരടങ്ങുന്ന സംഘം ഹോട്ടലിൽ എത്തിയതായി അറിയില്ല എന്നാണ് ഹോട്ടൽ ഉടമ ഇപ്പോൾ പറയുന്നത്. ദീപക് മലയം വിവരങ്ങൾ നൽകും. ദീപക്, എന്താണ് സംഭവിക്കുന്നത്? ഈ ഹോട്ടൽ ഉടമ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്? വിജയകുമാർ, പുരോഗമിക്കുന്നുണ്ട്. അവിടെ നിന്നും പഴകിയ ബീഫ്, ഒപ്പം തന്നെ മുറിച്ചു വെച്ചിരിക്കുന്ന ഫിഷ്, അത് ഉപ്പും മുളകും ഉൾപ്പെടെ ഇട്ട് വെച്ചതാണ്. അത് ഒപ്പം മറ്റ് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ്, ഇത്രയും സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ ബാക്കിയായിട്ട് ഉള്ളതാണ്. അതിന്റെ സാമ്പിളുകൾ കൃത്യമായി പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അല്പം മുൻപ് ഈ ഹോട്ടൽ ഉടമ മുജീബ് നമ്മുടെ അടുത്ത് പ്രതികരിച്ചിട്ടുണ്ട്. മുജീബ് പറയുന്നത് ഇന്നലെ 15 പേരടങ്ങുന്ന സംഘം എത്തിയതായി അറിവില്ല. അവിടെ പ്രദേശത്തുള്ള ഏതാണ്ട് കുറച്ച് ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ പുതുതായിട്ട് മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള എത്തിയതായിട്ടുള്ള അറിവില്ല എന്നുള്ളതാണ് മുജീബ് പറയുന്നത്. ഒപ്പം തന്നെ രാവിലെ അവിടെ എണ്ണപ്പലഹാരങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. അത്തരം എണ്ണപ്പലഹാരങ്ങളിൽ നിന്നാകാം ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്നുണ്ട്. അത്തരത്തിൽ എണ്ണപലഹാരങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. ഒപ്പം ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇതിനോടകം തന്നെ അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമായിരിക്കും ഈ ഹോട്ടലിൽ നിന്നാണോ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ള സംഭവത്തിൽ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം കിട്ടും. വിജയനിധലിൽ പൂരി കഴിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റവർ പറയുന്നത്. പക്ഷെ എണ്ണപ്പലഹാരം ഒന്നും നൽകിയിട്ടില്ല എന്നും ഹോട്ടൽ അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും അതിൽ പിടിച്ചെടുത്ത സാമ്പിളുകളുടെ ഒരു പരിശോധന നടക്കണം. എനിക്ക് തോന്നുന്നു വളരെ വിശദമായി ഇത് അടുത്ത ദിവസങ്ങളിൽ ഈ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് ന്യൂസ് ഈവനിങ്ങും ഇത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ റിപ്പോർട്ടുകൾ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. ന്യൂസ് ട്രാക്ക് ഇവിടെ അവസാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.